നമ്മൾ ദിവസവും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിക്കുന്നു, UPI വഴി പണം അടയ്ക്കുന്നു. പക്ഷെ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഡാറ്റ നെറ്റ്വർക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ഇത്ര സേഫായിട്ട് നിൽക്കാമെന്ന്? അതിൻ്റെ പേരാണ് ക്രിപ്റ്റോഗ്രഫി. നമ്മുടെ ഡാറ്റ മറ്റാരും വായിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റി സുരക്ഷിതമാക്കി കൈമാറാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. പ്ലെയിൻ ഡാറ്റ അഥവാ നോർമൽ മെസ്സേജിനെ സീക്രട്ട് കോഡിലേക്കാക്കി മാറ്റിയതിന് ശേഷം ആയിരിക്കും നെറ്റ്വർക്കിലൂടെ സെൻഡ് ചെയ്യുന്നത്. റിസീവറിലേക്ക് എത്തിക്കഴിയുമ്പോഴായിരിക്കും അതിനെ ഡീകോഡ് ചെയ്ത് പഴയ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിലേക്കാക്കി മാറ്റുന്നത്. ഇപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ആകുമ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലായിരിക്കും. അതിനുശേഷം അത് റിസീവറിലേക്ക് എത്തുമ്പോൾ പഴയ മെസ്സേജിൻ്റെ രൂപത്തിലേക്ക് തന്നെ ഡീകോഡ് ചെയ്തെടുക്കുന്നു. ഇതാണ് ക്രിപ്റ്റോഗ്രഫി. Ability to send information between particulars in a way that it prevents others from reading data. ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റിലേക്ക് അഥവാ നേരത്തെ മെൻഷൻ ചെയ്ത സീക്രട്ട് കോഡിലേക്കാക്കി മാറ്റുന്നത് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആയിരിക്കും. എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും നെറ്റ്വർക്കിലൂടെ നമ്മുടെ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ആവുക. അതിനുശേഷം ഇത് റിസീവറിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇതിനെ ഡീക്രിപ്ഷൻ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്ത് പഴയ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കുന്നു. ഇങ്ങനെയാണ് ക്രിപ്റ്റോഗ്രഫി വർക്ക് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ കീയുടെ സഹായത്തോടു കൂടി സൈഫർ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത് സൈഫർ ടെക്സ്റ്റിനെ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കിയിട്ട് ഒരു കീയുടെ സഹായത്തോടു കൂടി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള ക്രിപ്റ്റോഗ്രഫിയാണ് ഉള്ളത്. ഒന്ന് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആൻഡ് ദ അതർ വൺ ഈസ് അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി, എ ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ വെയർ എ സിംഗിൾ ഷെയർഡ് സീക്രട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് എൻക്രിപ്റ്റിംഗ് ആൻഡ് ഡീക്രിപ്റ്റിംഗ് ഡാറ്റ. ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യാനും ഡീക്രിപ്റ്റ് ചെയ്യാനും സെയിം പ്രൈവറ്റ് കീ തന്നെയായിരിക്കും സെൻഡറും റിസീവറും യൂസ് ചെയ്യേണ്ടത്. ഒരൊറ്റ കീ മാത്രമായിരിക്കും സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫിയിൽ ഉണ്ടാവുക. ആൻഡ് ആ ഒരു കീ പ്രൈവറ്റ് കീയും ആയിരിക്കും. ഇതാണ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഒരു സിംഗിൾ കീ യൂസ് ചെയ്തിട്ട് തന്നെ ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ പെർഫോം ചെയ്യുന്നതിനെയാണ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത സെയിം കീ തന്നെ റിസീവറിൻ്റെ കയ്യിൽ വേണം, എങ്കിൽ മാത്രമേ ആ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് ആ ഒരു പ്രൈവറ്റ് കീ എവിടെയെങ്കിലും ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അതിൻ്റെ സെക്യൂരിറ്റി റിസ്കിലാവുകയും ചെയ്യും. ഇതാണ് സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി, ഇതിൽ പെയർ ഓഫ് കീസ് ആയിരിക്കും സെൻഡറിനും റിസീവറിനും ഉണ്ടാവുക. ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, ഒരു പബ്ലിക് കീ ഉണ്ടാവും. സോ എനിബഡി ക്യാൻ ആക്സസ് ദ പബ്ലിക് കീ. ഇതിലെങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവറിൻ്റെ പബ്ലിക് കീ സെൻഡറിൻ്റെ അടുത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സെൻഡർ എൻക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും. എന്നിട്ട് എൻക്രിപ്റ്റ് ചെയ്ത് മെസ്സേജിനെ നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് അത് റിസീവറിലേക്ക് എത്തുമ്പോൾ റിസീവർ അവരുടെ സെയിം പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി റിസ്ക് കുറവാണ് ആൻഡ് സേഫാണ് കമ്പയർഡ് ടു സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ബിക്കോസ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും ആൻഡ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത് റിസീവർ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടായിരിക്കും. പബ്ലിക് കീ മാത്രമേ എല്ലാവർക്കും ആക്സസിബിളായിട്ട് ഉണ്ടാവത്തുള്ളൂ. സോ ദിസ് വാസ് ദ ബേസിക്സ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. ഡാറ്റേനെ സേഫാക്കി വെക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജിയാണ് ഈ ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, കീസ് എന്നീ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നത് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷൻസ്, ബാങ്കിങ് സിസ്റ്റംസ്, വെബ്സൈറ്റ്സ് ഇതൊക്കെ ഈ ക്രിപ്റ്റോഗ്രഫീനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ക്രിപ്റ്റോഗ്രഫിയുടെ ജസ്റ്റ് ബേസിക്സ് വ്യക്തമായെന്ന് കരുതുന്നു. കൂടുതൽ ടെക്നിക്കൽ ടോപ്പിക്സിന് വേണ്ടിയിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.